അടുത്തായിട്ട് നമുക്കൊരു ലെമ്മയാണ്. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി ഡയമെൻഷൻ ഇൻ ഓവർ എഫ്. സപ്പോസ് ദാറ്റ് ടി ഹാസ് എ സിംഗിൾ ഐഗൻ വാല്യൂ ലാംഡ വിത്ത് ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി മി. Then there is a basis B for V such that T with respect to BB belongs to f raised to n by n is an upper triangular matrix with each diagonal entry as lambda. T എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റർ ആണ്, വെക്ടർ സ്പേസ് വി ഡയമെൻഷൻ എൻ ഓവർ എഫ് ആണ്. സപ്പോസ് ദാറ്റ് ടി ഹാസ് എ സിംഗിൾ ഐഗൻ വാല്യൂ ലാംഡ വിത്ത് ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി mu. Then there is a basis B for V such that T with respect to BB belongs to f raised to n by n is an upper triangular matrix with each diagonal entry as lambda. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ബേസിസ് ഉണ്ടാവും സച്ച് ദാറ്റ് ആ ബേസിസിൽ നമ്മൾ ടീനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുമെന്നാണ് കാണിക്കേണ്ടത്. വി വിഷ് ടു കൺസ്ട്രക്ട് എ ബേസിസ് ബി ഫോർ വി സച്ച് ദാറ്റ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ബി ഈസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ദിസ് എൽ ബി ദ അസെൻറ്റ് ഓഫ് ദി ഐഗൻ വാല്യൂ ലാംഡ. കൺസിഡർ ദി സീക്വൻസ്. ഇപ്പോൾ എല്ലാം അതിൻ്റെ അസെൻറ്റാണ്. നമ്മൾ ഈ താഴെ പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യുക. നമുക്കറിയാം എൻ ഒ ടി മൈനസ് ലാംഡായി പ്രോപ്പർ സബ്സെറ്റാണ് എൻ ഒ ടി മൈനസ് ലാംഡായുടെ സ്ക്വയർ. അങ്ങനെ വന്ന് എൻ ഒ ടി മൈനസ് ലാംഡായി റേസ് ടു ജെ സബ്സെറ്റ് എൻ ഒ ടി മൈനസ് ലാംഡായി റേസ് ടു ജെ പ്ലസ് വൺ സബ്സെറ്റ് എക്സെട്ര സബ്സെറ്റ് എൻ ഒ ടി മൈനസ് ലാംഡായി റേസ് ടു എൽ ഈസ് ഈക്വൽ ടു ജി ഓഫ് ലാംഡ നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. സിൻസ് ലാംഡ എന്ന് പറയുന്ന ഇസ് ദ ഐഗൻ വാല്യൂ, അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഐഗൻ വാല്യൂ ആയിട്ടുള്ളത്. ജി ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു ബി. നമ്മൾ നേരത്തെ ഒരു തിയറത്തിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാംഡ വൺ കോമ ലാംഡ കെ എന്ന് പറയുന്ന ഐഗൻ വാല്യൂസ് ആണെങ്കിൽ വിനെ ജി ഓഫ് ലാംഡ വൺ ഡയറക്ഷൻ ഡയറക്ഷൻ ജി ഓഫ് ലാംഡ കെ എന്ന് എഴുതുന്നത് ഒരു തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി വിഷ് ടു എക്സ്റ്റെൻഡ്. അപ്പം ലാംഡ മാത്രമേ ഉള്ളൂ ഐഗൻ വാല്യൂ എങ്കിൽ നമുക്ക് ജി ലാംഡ ആയിക്കോട്ടെ വി എന്ന് എഴുതാം. ഇനി നമ്മൾ എൻ ഒ ടി മൈനസ് ലാംഡ ഐക്ക് ഒരു ബേസിസ് എടുക്കുന്നു. ആ ബേസിസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എൻ ഒ ടി മൈനസ് ലാംഡ സ്ക്വയറിൻ്റെ എടുക്കുന്നു. അങ്ങനെ ബേസിസ് എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം എക്സ്റ്റെൻഡ് ചെയ്ത് കാരണം ഒന്നിൽ കണ്ടെയ്ൻഡ് ആണ്. നിങ്ങൾ എൻ ഒ ടി മൈനസ് ലാംഡയുടെ ബേസിസ് എടുക്കുമ്പോൾ അത് എൻ ഒ ടി മൈനസ് ലാംഡയിൽ കണ്ടെയ്ൻഡ് ആണ്, അതിനകത്ത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും. അപ്പോൾ അതങ്ങനെയുള്ളൊരു സെറ്റിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ബേസിസ് ആക്കുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഫൈനലി എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എല്ലിൻ്റെ അടുത്തെത്തും. ഓക്കെ, ഫോർ ദിസ് സ്റ്റാർട്ട് വിത്ത് എ ബേസിസ് ബി ഫോർ എൻ ഒ ടി മൈനസ് ലാംഡ ആയി. ഇപ്പം ബി വണ്ണ് നമ്മൾ എൻ ഒ ടി മൈനസ് ലാംഡ ആയിക്ക് എടുക്കുന്നു. അതിനെ അടുത്തത് ബി ടു അങ്ങനെ പോയി ഹാവ് ഓൾറെഡി ബീൻ കൺസ്ട്രക്റ്റഡ് സോ ദാറ്റ് ബി വൺ യൂണിയൻ എക്സെട്ര യൂണിയൻ ബി ജെ ഈസ് എ ബേസിസ് ഫോർ എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു ജെ. ദെൻ സെലക്ട് എ സെറ്റ് ബി ജെ പ്ലസ് വൺ ഓഫ് വെക്ടേഴ്സ് ഫ്രം എൻ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു ജെ പ്ലസ് വൺ മൈനസ് എൻ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു ജെ സോ ദാറ്റ് ബി വൺ യൂണിയൻ എക്സെട്ര യൂണിയൻ ബി ജെ പ്ലസ് വൺ ഈസ് എ ബേസിസ് ഫോർ എൻ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു ജെ പ്ലസ് വൺ. അപ്പോൾ നമ്മൾ ഫോർ ദിസ് ബി വൺ എന്ന് പറയുന്നത് എടുക്കുന്നു. ബി വൺ കോമ എക്സെട്ര ബി ജെ ഹാവ് ഓൾറെഡി ബീൻ കൺസ്ട്രക്റ്റഡ് സോ ദാറ്റ് ബി വൺ യൂണിയൻ എക്സെട്ര ബി ജെ ഈസ് എ ബേസിസ് ഫോർ എൻ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു ജെ. ദെൻ സെലക്ട് എ സെറ്റ് ബി ജെ പ്ലസ് വൺ ഓഫ് വെക്ടേഴ്സ് ഫ്രം എൻ ഒ ടി. അതായത് നമ്മൾ ഒരു സെറ്റ് ഓരോ ബി വൺ എടുത്തു, അത് ആദ്യത്തെ എൻ്റെ ബേസിസ്. രണ്ടാമത്തേതിനകത്തുള്ള ബി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടു എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന വെക്ടേഴ്സാണ് ബി ടു. അടുത്തത് ബി വൺ. അപ്പോൾ ബി വണ്ണും ബി ടൂടെ ചേരുമ്പോഴാണ് രണ്ടാമത്തെ എൻ ഒ ടി മൈനസ് ലാംഡ സ്ക്വയറിൻ്റെ ബേസിസ് ആവുന്നത്. അടുത്തത് ബി ത്രീ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ചേർക്കുന്ന ബേസിസാണ് വെക്ടേഴ്സാണ്. അപ്പോൾ ബി വൺ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല വെക്ടേഴ്സ് ഒന്നും. ദിസ് കൺസ്ട്രക്ഷൻ റിസേർവ്സ്. അപ്പോൾ ബി ഇതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുത്ത് നമ്മൾ ബി എന്ന് പറയുന്ന ഒരു ജനറലൈസ്ഡ് ഐഗൻ സ്പേസ് ജി ലാംഡയുടെ ബേസിസ് നമുക്ക് കിട്ടും. കാരണം അവസാനം ജി ലാംഡയിലാണല്ലോ നമ്മൾ എത്തുന്നത് ആ സീക്വൻസിനകത്ത്. ഇൻ ദി ഓർഡേർഡ് ബേസിസ് ബി ദ വെക്ടേഴ്സ് ഫ്രം ബി ജെ പ്ലസ് വൺ സക്സീഡ് ദ വെക്ടേഴ്സ് ഫ്രം ബി ജെ. അപ്പോൾ ഒന്നൊന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഫ്യൂ എന്ന് പറയുന്നത് നമ്മൾ ബി വണ്ണിൽ നിന്ന് എടുത്തു. ബി വൺ സബ്സെറ്റ് എൻ ഒ ടി മൈനസ് ലാംഡ ഐ ആണ്. അപ്പോൾ ടി യു സിഗുലർ ലാംഡ ഐ ആണ്. കാരണം എൻ ഒ ടി മൈനസ് ലാംഡ ഐയിൽ ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി വി എന്ന് പറയുന്നത് ബി ജെ പ്ലസ് വണ്ണിലുണ്ട്. സബ്സെറ്റ് എൻ ടി മൈനസ് ലാംഡ ഐ റേസ് ടു ജെ പ്ലസ് വൺ ആണ്. ദെൻ ടി മൈനസ് ലാംഡ ഐ ഓഫ് വി എവിടെ ഉണ്ടാവും? ബിലോങ്സ് ടു എൻ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു ജെ പ്ലസ് വൺ. ആൻഡ് ഇഫ് വി ബിലോങ്സ് ടു എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു ജെ പ്ലസ് വണ്ണിനകത്തിലുണ്ടെങ്കിൽ ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ബിലോങ്സ് ടു എൻ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു ജെ പ്ലസ് വൺ. equal to span of B1 union etc. union Bj.
ഇത് ഇവിടെ നമ്മൾ എഴുതിയതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. NO T minus lambda I raised നമ്മൾ ബി എടുക്കുന്നത് NO T minus lambda I raised BJ + 1 സബ്സെറ്റ് NO T minus lambda I raised J + 1 ആണെങ്കിൽ നമുക്ക് പറയാം T minus lambda I raised J + 1 B 0 ആയിരിക്കും. അപ്പോൾ ആ T minus lambda J I raised J × T minus lambda I of V എന്ന് എഴുതി കഴിഞ്ഞാൽ T minus lambda I B എവിടെ ഉണ്ടെന്ന് കിട്ടും. നൾ സ്പേസ് ഓഫ് T minus lambda I raised J + 1 ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അത് സ്പാനം B1 യൂണിയൻ എക്സെട്ര BJ ആണ്. ദസ് TV = lambda V + W എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് എന്തായി TV - lambda V ഇതിനകത്തുണ്ടെന്ന് കിട്ടിയില്ലേ. അപ്പോൾ TV = ആ lambda V + W എന്ന് എഴുതാം. W ഇവിടെ ഉണ്ട് ഈ B1 യൂണിയൻ എക്സെട്ര BJയുടെ സ്പാനിനകത്തുള്ളതാണ്. Therefore T image of the first vector in the ordered basis B, T image കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ lambda times that vector and each other vector in B is equal to lambda times that vector plus 1 from the span of the previous vectors appearing in B. അപ്പം ഈ ലാംഡ ബി എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്, BJ + 1 എടുത്തതാണ്. അപ്പോൾ ആ TV നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലാംഡ × VA പ്ലസ് ബാക്കിയുള്ള തൊട്ട് മുമ്പ് വരുന്നവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്ന ആ ഒരു സെറ്റാണ് നമ്മുടെ ഈ W എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാംഡ TV = ലാംഡ V അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന വെക്ടേഴ്സ് ഉണ്ടല്ലോ ബേസിസിലുള്ള, അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് വരുന്ന ആളാണ് W എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ ഡയഗണലിൽ ലാംഡ വരും, അതിൻ്റെ മുകളിലോട്ടുള്ളതെല്ലാം കോൺസ്റ്റൻസ്, താഴോട്ടുള്ളതെല്ലാം 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ തിയറം 6.8. അപ്പം ഇതൊരു അപ്പർ ട്രയാങ്കുലറിൻ്റെ ഫോമിലായി. അതാണ് അതിൻ്റെ പ്രൂഫ്.